ഹലോ ഗൈസ്, ഇത്തവണ റിപ്പബ്ലിക് ഡേക്ക് സണ്ണി ഡിയോളിൻ്റെ ബോർഡർ 2 അതിൽ കൂടെ വരുൺ ധവാനും ദിൽജിത്ത് ദോസാഞ്ചൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഇൻഡോ പാക് വാറാണ്. ഫസ്റ്റ് ബോർഡർ ഒരു മാഗ്നം ഓപ്പസ് ആയിരുന്നു. പണ്ട് കണ്ടിട്ടുള്ളവരും ഇപ്പോഴത്തെ ജനറേഷനിലും കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. അതിലെ സീക്വൻസും കാര്യങ്ങളും എല്ലാം ഗംഭീരമാണ്. അപ്പോൾ ബോർഡർ 2-ൻ്റെ 3 മിനിറ്റ് കൂടുതലുള്ള ട്രെയിലർ വന്നിട്ടുണ്ട്. എന്തായാലും അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. തുടക്കം തന്നെ തീരും ചെയ്യും. സണ്ണി ഡിയോളിൻ്റെ ഓറ ഭയങ്കര 1971 ഇൻഡോ പാക് വോയിസ് ത്രോ അലർന്ന സൗണ്ടേ ഉള്ളി ഫുൾ തിയേറ്റർ അങ്ങ് സൈലന്റ് ആക്കും. ദിൽജിത്ത് ദോസാഞ്ച് അപ്പം എയർഫോഴ്സ് ആണ്. വരുൺ ധവാൻ അങ്ങ് ത്രോ അങ്ങ് എത്തോ. ഇതുവരെ 2 കിലോമീറ്റർ റേഡിയസ് കേൾക്കും സൗണ്ട്. हमारी तादाद कम हो सर, लेकिन ताकत किसी से कम नहीं है. ये आसमान हमारा है, हमारा ही रहेगा. വിഷ്വൽസ് ഒക്കെ പക്കാണ് കേട്ടോ. നല്ല മെനക്കെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ യെസ്, മെനക്കെട്ടിട്ടുണ്ട്. ഇതെന്തൊക്കെ ഇൻസിഡൻസ് കവർ ചെയ്യുന്നുണ്ടല്ലോ, ചെക്ക് ചെയ്ത് നോക്കണം. അയ്യോ, ഇങ്ങനത്തെ സീക്വൻസസ് ഉണ്ടല്ലോ. കുറച്ച് ഫാമിലി സെന്റിമെന്റ്സും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ ഓൺ ദ ഹോളിൽ വർക്കൗട്ട്. ആ മ്യൂസിക് പഴയ പാട്ട്, എന്താ പാട്ടെന്നറിയോ? ഇതിനകത്ത് റീമിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സണ്ണി ഡിയോളാണ്. സണ്ണി ഡിയോളിനെ വെച്ചാ കൊണ്ടുവന്നെന്ന് തോന്നുന്നു. तो फिर हमें कोई नहीं हरा सकता. Let's give them hell, brothers. पोली दुनिया का कोई भी अफसर यही कहेगा कि हम ये जंग हारेंगे, लेकिन मैं कहता हूँ कि हम ये जंग जीतेंगे. क्योंकि जंग हथियारों से नहीं, जो रक्त से जीती जाती है. ഇതിന്റെ ജയിച്ചായിരുന്നു 1971 ജയിച്ചെന്ന്. വാവ്, സ്കോറൊക്കെ പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്റൻസ് ആയിരുന്നു. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ട്രെയിലർ തന്നെ ഇത്രയും നീളം അല്ലേ? സിനിമ എന്ത് നീളമായിരിക്കും അപ്പോൾ? 3 മണിക്കൂർ കാണുമായിരിക്കും. ഇതിന് ഫസ്റ്റ് ഫിലിമിനേക്കാൾ കൂടുതൽ ആക്ഷൻ സീക്വൻസസ് ഉണ്ടെന്ന് തോന്നുന്നു. हम 10-15 मार देंगे तो बाकी तो हमारे तलवे चाटने को तैयार नहीं. तुम हमें क्या हराओगे? अरे तुम्हारे पाकिस्तान में इतने लोग नहीं जितने हमारे यहाँ ईद पर बकरे काटे जाते हैं. അങ്ങനെയൊക്കെ സെൻസറില് പറയാൻ പറ്റും? സെൻസർഷിപ്പ് കഴിഞ്ഞ് വരും അങ്ങനെയൊക്കെ. അനുരാഗ് സിംഗ് ബോർഡർ 2 എന്ത് ട്രെയിലറാണ് എൻ്റെ ദൈവമേ. അല്ല, പക്ഷെ എന്നാലും അങ്ങനെ സംസാരിക്കാൻ പറ്റൂ? പിന്നെ ബോളിവുഡിൽ ഇൻഡോ പാക് കണ്ടന്റ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഇമോഷണൽ കണക്റ്റ് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ഇതും നല്ല രീതിയിൽ ഓടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കൊള്ളാം, ട്രെയിലർ എന്തായാലും കൊള്ളാം. നല്ല ഒരു കുറേ ഉണ്ട്, ഇൻറ്റൻസ് ആയിട്ടുള്ള കുറേ സീക്വൻസസ് ഉണ്ട്. പക്ഷെ ആ ലാസ്റ്റ് ഡയലോഗ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അതൊക്കെ ഇവിടെ അനുമതി കൊടുക്കുമോ അറിയില്ല. എനിവേസ്, അപ്പം ബോർഡർ 2-ൻ്റെ ട്രെയിലർ എന്ത് പറയാനാ, കൊള്ളാം. അപ്പോൾ നിങ്ങളും കണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഇട്ടേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ഓൾസോ. അപ്പോൾ സണ്ണി ഡിയോളിന് എന്തായാലും വീണ്ടും ഒരു ഹിറ്റ് അടിക്കാൻ സാധിക്കട്ടെ. അപ്പം അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.